ഇതൊരു പ്രവാഹമാണ്. നാളത്തെ ചരിത്രകാരൻ രേഖപ്പെടുത്താൻ പോകുന്ന പ്രവാഹമാണ്. വി ഡി സതീശൻ എന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എത്തിച്ചേർന്നിട്ടുള്ളത് വി ഡി സതീശനായിക്കൊണ്ട് മാത്രമല്ല, വിജിഗീഷുവായ വി ഡി സതീശനായിക്കൊണ്ടാണ്. വിജയത്തിന്റെ വിജിഗീഷു, നാടിന്റെ മർമ്മമറിഞ്ഞ് ദുഃഖിക്കുന്ന വിഷമിക്കുന്ന സാധാരണക്കാരുടെ വേദനകൾ ഒപ്പിയെടുത്തുകൊണ്ടുള്ള ഒരു യാത്രയാണ്. പുതുയുഗത്തിന്റെ കേരളത്തിന്റെ മാപ്പ് വരച്ചു വെച്ചുകൊണ്ടാണ്, ദിശാബോധത്തോടെയാണ്. കേരളത്തിന്റെ പുതുയുഗം സൗഹൃദത്തിന്റെ യുഗമാണ്, മനുഷ്യത്വത്തിന്റെ സൂര്യോദയമാണ്. നാളത്തെ കേരളത്തിന്റെ നിർമ്മിതിക്കുള്ള ശില്പികൾ, യുഗശില്പികൾ, അവരാണ് ഈ ജാഥയിൽ അണിചേർന്ന ഓരോ സാധാരണക്കാരും. ഇത് കേരളത്തിന്റെ ജനകീയ യാത്രയാണ് ഈ നടക്കുന്നത്. കേരളീയരുടെ അവരുടെ ആശകളാണ്, അവരുടെ അഭിലാഷങ്ങളാണ്, അവരുടെ സ്വപ്നങ്ങൾ, കാമനകൾ, ദുഃഖങ്ങൾ, കഷ്ടപ്പാടുകൾ ഇറക്കി വെക്കാൻ അത്താണി തേടി നടക്കുന്ന മലയാളികൾക്ക് നാളത്തെ കേരളത്തിൽ അത്താണി പണിതു തരുമെന്ന് പ്രഖ്യാപിക്കുന്ന പരിപാടിയാണ് ഇന്ന്. കേരളത്തിന് ഇന്ന് ആവശ്യം മൃദുലഭാവമാണ്. കവി പറഞ്ഞ പോലെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട വി ഡി സതീശൻ പറയുന്നത്, കഠിൻ ഹെ രാഹ ഗുസർ തോടി ദൂർ സാത്ത് ചലോ. കഠിൻ ഹെ രാഹ ഗുസർ, ഈ വഴി കടന്നു പോകുന്നത് കഠിനമാണ്. തോടി ദൂർ സാത്ത് ചലോ, കുറച്ച് നീയും എന്റെ കൂടെ നടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാസർകോട്ട് നിന്ന് പുറപ്പെട്ടു വന്നപ്പോ വലിയ ജനകീയ ഘോഷയാത്രയായിട്ടാണ് ഇത് തിരുവനന്തപുരത്ത് പോയി സമാപിക്കാൻ പോകുന്നത്. കേരളം ഇന്ന് പാകപ്പെട്ടു നിൽക്കുകയാണ്. പുതുയുഗത്തിന്റെ പിറവിക്ക് വേണ്ടിയുള്ള കാഹളമാണ് ഈ ജാഥ. ഇത് അവസാനിക്കുമ്പോ ആ പുതുയുഗം പിറവിയെടുക്കും. പുതിയ രാഗവർണ്ണങ്ങൾ വരും, പുതിയ സൂര്യോദയം ഉണ്ടാവും. ഭൂമിയുടെ ഗർഭത്തിൽ നിന്ന് പുതിയ ഒരു സൂര്യൻ ഉദിച്ചു വരും. ഗാന്ധിയുടെ വിളിക്കുത്തരം നൽകി നെഹ്റു പുനർജനിപ്പിച്ച് പുതിയ ഒരു ഇന്ത്യ, പുതിയ ഒരു കേരളം. ഇപ്രകാരമാകും നയമതിനാലെ. നയം സന്യാസിയുടെ വാക്കാണ്. നയം അതായിരിക്കണം. എന്ത് മറ്റുള്ളവന്റെ പ്രിയത്തെ സ്വന്തം പ്രിയമായിട്ട് കാണും, അതായിരിക്കണം പോളിസി. നയമതിനാലെ നരന്റെ നന്മ നൽകും, ക്രിയപരപ്രിയ ഹേതുവായി വരേണം. വർഗീയതയുടെ ഗോത്രത്തിന്റെ തീനാമ്പുകൾ വരുമ്പോ അരുത് എന്ന് പറയുന്ന മാനികാത പ്രതിഷ്ഠ കാട്ടാള അരുത് എന്ന് പറഞ്ഞ പാരമ്പര്യമുള്ള കൃഷിപ്രോക്തമായ ഭാരത മഹാരാജ്യത്തിന്റെ മണ്ണിൽ ഈ നാദം മുഴങ്ങണം. മീനച്ചൂടിൽ ഭക്താശയായ ഭൂമി പുതുമഴയുടെ ആഗമനത്താൽ പുളകിതയായതുപോലെ എൻ്റെ മനസ്സിലേക്ക് ഹൃദയവർഷമായി ഊർന്നിറങ്ങിയ സമദാനി സാഹിബിൻ്റെ വാക്കുകൾക്ക് ഞാൻ പ്രത്യേകം നന്ദി. അദ്ദേഹത്തിന് ഹൃദയാഭിവാദ്യങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അതിമനോഹരമായ ഒരു സന്ദേശം നൽകി എന്റെ കണ്ണു നിറയിച്ച പ്രിയങ്കരനായ ശ്രീ അബ്ദുൽ സമദാനി MP